ഇന്നിപ്പോ PDP പോലെ പാർട്ടി കടലാസിൽ മാത്രമേ ഉള്ളൂ, അത് ലെറ്റർ ഹെഡ് സീൽ മാത്രമുള്ള ആ ഒരു പാർട്ടിയാണ്. ഒരു അണഞ്ഞു പോയ തീക്കനൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കാറ്റ് പോയ ബലൂൺ എന്ന് നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം. അത്രേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് യാതൊരു സ്വാധീനവും ഇല്ല. മലബാറിലും ഇല്ല, തിരുവിതാംകൂറിലും ഇല്ല, ഒരു സ്ഥലത്തും ഇല്ല. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല. അത് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു ഇന്ത്യൻ രൂപമാണ്. അത് വിധ്വംസക പാർട്ടി തന്നെയാണ്, യാതൊരു സംശയവും. PDP പോലെയല്ല, അതിനേക്കാളൊക്കെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ സംബന്ധമാണ്. ഇപ്പോൾ ഈ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിവിപ്ലവത്തിന്റെ സൂത്രധാരന്മാര് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. അവർ പിൻസീറ്റിൽ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. മുമ്പിൽ മുഹമ്മദ് യൂനസിനെ നിർത്തിയിരിക്കും. അപ്പൊ അങ്ങനെ അത്യന്തം അപകടകരമായ ഒരു രാഷ്ട്രീയ ആദർശത്തെയും പ്രത്യയശാസ്ത്രത്തെയാണ് അവർ പ്രതികരിക്കുന്നത്. ഇത് സതീശന് അറിയാൻ പാടില്ലാത്തതല്ല, ഇത് സണ്ണി ജോസഫിന് അറിയാൻ പാടില്ലാത്തതല്ല, കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാൻ പാടില്ലാത്തതല്ല. 10 വോട്ട് കിട്ടും എന്ന് വിചാരിച്ചു അവരെ കൂടിയിരിക്കുകയാണ്. നിലമ്പൂരിൽ അവരുടെ വോട്ടൊന്നും ആര്യയുടെ ഷൗക്കത്തിന് കിട്ടുമെന്നില്ല. കാരണം ഷൗക്കത്ത് ജമാഅത്തെ ഇസ്ലാമിക്കും അവരുടെ മതമൗലികവാദ മതരാഷ്ട്ര രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനും എതിര് നിന്നുള്ള ആര്യാട മുഹമ്മദിന്റെ മകനാണ്. ഷൗക്കത്ത് തന്നെ അതിനെ എതിർക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇവരുടെ ഒരു വോട്ട് പോലും കിട്ടുകയില്ല. അത് യാതൊരു സംശയമില്ലാതെ ഇതിനപ്പുറത്തേക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പിന്തുണ സ്വീകരിക്കുന്നത്.